കർത്താവിൻ്റെ അനന്തമായ കരുണയിൽ ഈ സന്ധിയിൽ കർത്താവിൻ്റെ വചനം ദൈവം നമ്മോട് സംസാരിക്കുന്നതിനും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്നതിനും നല്ല കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് അവിടുത്തെ കരുണ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ കാരുണ്യം ഞങ്ങൾ ഓർക്കുന്നു. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്, ശ്രേഷ്ഠമാണ് എന്നരുളി ചെയ്ത അവിടുത്തെ തിരുവചനത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഈ സായാഹ്നത്തിൽ അവിടുന്ന് സുവിശേഷത്തിൻ്റെ ധർമ്മം ഫലമേൽപ്പിച്ച സഹോദര സഭകൾ ഒരുമിച്ച് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ കൂട്ടായ്മയിൽ സ്നേഹവും സൗഹൃദവും പങ്കുവെക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ വലിയൊരു സാക്ഷ്യമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ ഈ വചന കൂടാരത്തിൽ കടന്നു വന്ന എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവിൻ്റെ കാരുണ്യം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തിയും സഹായവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്ന അനുഗ്രഹീതമായ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. നമ്മൾ കർത്താവിൻ്റെ സ്വരം വ്യത്യസ്തങ്ങളായ രീതികളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം. ദൈവം സംസാരിക്കുന്നത് എഴുതപ്പെട്ട വചനത്തിലൂടെ മാത്രമല്ല. നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ സ്വരം വ്യത്യസ്തങ്ങളായ വിധത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ സാമുവേൽ പറഞ്ഞതുപോലെ, കർത്താവെ, അങ്ങ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന ഒരുക്കത്തോടെ, ഹൃദയത്തിൻ്റെ തുറവിയോടെ വചനം ഏറ്റെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കൺവെൻഷൻ്റെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വചനഭാഗം, അതിൻ്റെ 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഈ സന്ധ്യയിലെ വിചാരങ്ങളിലേക്ക് പ്രവേശിക്കാം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുകയാണ്. നമുക്ക് ശ്രദ്ധയോടെ തിരുവചനം കേൾക്കാം. കൊളോസ്യ ലേഖനം അധ്യായം 3, വാക്യങ്ങൾ 1, 2, 3, 4. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധ വെക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. നമ്മൾ വളരെ ഹൃദയം ഏകാഗ്രമാക്കി കർത്താവ് എന്താണ് ഈ തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് അഭിനന്ദ പിതാക്കന്മാർ നമ്മളോട് സംസാരിച്ചപ്പോൾ, അതുപോലെ തന്നെ ആമുഖത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ അഭിനന്ദ പിതാവ് നമ്മളോട് സംസാരിച്ചപ്പോഴും ഒക്കെ പരാമർശിക്കപ്പെട്ട ഒരു ആകുലതയുണ്ട്. ആ ആകുലത കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ ജനം ഹൃദയം കൊണ്ട് അകന്നു പോകുന്നു എന്ന ഒരു ദുഃഖം ഇവിടെ പങ്കുവെക്കപ്പെട്ടു. പ്രത്യേകിച്ച് കുറെ കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ, യുവാക്കന്മാർ, യുവതികൾ, ചെറുപ്പക്കാർ ഹൃദയം കൊണ്ട് ആരാധനകളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന ഒരു ദുഃഖം പങ്കുവെക്കപ്പെട്ടു. ഇത് ഒറ്റപ്പെട്ട ദുഃഖമല്ല. ഇത് പൊതുവെ ദൈവത്തെ ഗൗരവമായി എടുക്കുന്ന ഏത് മനുഷ്യരൊരുമിച്ച് കൂടുന്ന ഇടങ്ങളിലും ഇന്ന് അന്തരീക്ഷത്തിൽ തളം കെട്ടി തപ്തനിശ്വാസം പോലെ നിലകൊള്ളുന്ന ഒരു നിരന്തര ദുഃഖമാണിത്. ഇതെല്ലായിടത്തും ഉയർന്നു കേൾക്കുന്ന ഒരു വിലാപത്തിൻ്റെ ധ്വനിയാണ് ഇവിടെയും നമ്മൾ കേട്ടത്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് ദൈവത്തോട് ഹൃദയ അടുപ്പമുള്ളവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നത് എന്ന ചോദ്യത്തിന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉത്തരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ ഭൂമിയിൽ വിശ്വാസികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്
നമ്മളെക്കാളും അധികം ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കർത്താവ് നേരത്തെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇവയെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടാതിരിക്കേണ്ടതിന് ഞാൻ ഇതെല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഇങ്ങനെയാണിത് പറഞ്ഞത്, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം പൂരിപ്പിക്കാവോ, കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഞാൻ കാര്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഹൃദയം കൊണ്ട് അനേകർ ഇന്ന് വിശ്വാസത്തിൻ്റെ വീരോചിതമായ സാക്ഷ്യങ്ങൾ വരയ്ക്കേണ്ട ഇടങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്? അതിന് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈശോ വിതക്കാരൻ്റെ ഉപമയിൽ പറഞ്ഞിട്ടുണ്ട്. വിതക്കാരൻ്റെ ഉപമ വിശദീകരിക്കുന്ന സമയത്ത് കർത്താവ് വിശ്വസിക്കുക എന്തുകൊണ്ടാണ് വചനം ആഴത്തിൽ ഒരു മണ്ണിൽ വേരോടാത്തത് എന്നതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വാചകം ഞാൻ വായിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ. നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ തുറക്കുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം. മർക്കോസ് 4-ാം അധ്യായം 17, 18, 19. വേരില്ലാത്തതിനാൽ അല്പസമയത്തേക്ക് മാത്രം അവ നിലനിൽക്കുന്നു. വായിക്കാമോ? വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ കാരണം അവിടെ കിടക്കുകയാണ്, ശ്രദ്ധിച്ച് വായിക്കുക ബൈബിൾ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കേൾക്കുക. കാരണം പറയുകയാണ്, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. കർത്താവ് കാരണം പറയുകയാണ്. കാരണം പറയുന്നത് ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. ഇത് ഒരു ഹൃദയത്തിൽ കടന്നുകൂടിയാൽ ആ കടന്നുകൂടിയ കാര്യങ്ങൾ, ഈ ലൗകിക പരത, ലോകായതികത, ഈ ലൗകിക വ്യഗ്രത, ഇത് വചനത്തെ എന്തു ചെയ്യും? പ്രതികരിക്കണേ, ഞെരുക്കും. ഇത് വചനത്തെ ഞെരുക്കും. ഞെരുക്കിയിട്ട് ആ വചനം, ആ വിത്ത് പിന്നെ വളരില്ല. ഞാൻ വേറൊരു വചനം വായിക്കാം. നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് നമുക്കൊരാശയത്തിലേക്ക് എത്തണം. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടണം. വേറൊരു കാര്യം, സമാനമായ ഒരർത്ഥത്തിൽ ഈശോ പറയുന്ന മറ്റൊരു വചനം ഞാൻ വായിക്കാം. അത് കർത്താവ് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൻ്റെ 34, 35 വാക്യങ്ങളിലാണ്. ലൂക്കാ സുവിശേഷം 21, 34, 35. ബൈബിൾ ഉള്ളവർ ഒന്ന് ഉറക്കെ വായിച്ച് സഹായിക്കുക. സുഖലോലുപത, കേട്ടില്ല? സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ ഈ വാക്കുകൾ ഇങ്ങനെയാണ്: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. നമുക്കൊരു വാക്കാണ് ഇവിടെ നിന്ന് പറക്കിയെടുക്കേണ്ടത്, ജീവിത വ്യഗ്രത. ജീവിത വ്യഗ്രത എന്നിവ അവരിൽ കടന്നുകൂടി, എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണത്, മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് മർക്കോസിൽ നിന്ന് ഒരു 3 വാക്ക് എടുക്കണം. ഏതൊക്കെയാണ്? ലൗകിക വ്യഗ്രത, മർക്കോസിൽ നിന്ന് ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. ഇതാണ് നമ്മൾ മർക്കോസിൽ കണ്ടത് വിതക്കാരൻ്റെ ഉപമയിൽ. പറയാവോ? ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, മറ്റു വസ്തുക്കൾക്ക് വേണ്ടി. ഒന്നാമതേ നിങ്ങൾ മയങ്ങിയിരിക്കുകയാണ്. പറഞ്ഞില്ലെങ്കിൽ
ബാക്കിയുടെ മയങ്ങും. പറയണേ, പറയാവോ? അപ്പോൾ മർക്കോസിൽ നിന്ന് 3 കാര്യങ്ങൾ എടുത്ത് പറ. ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, ലോകവസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. അതാണ് നമ്മൾ മർക്കോസിൽ നിന്ന് കണ്ടത്. ഇവിടുന്ന് ലൂക്ക 21 നിന്ന് ഒരു വാക്കെടുത്താൽ മതി. ജീവിത വ്യഗ്രത. പറയാവോ? ഇപ്പം 4 കാര്യം ഞാൻ പറഞ്ഞു. പറ. ലൗകിക വ്യഗ്രത, പണത്തോടുള്ള അടുപ്പം, വസ്തുക്കൾക്ക്, ലോകവസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, 4മത്തേത് ജീവിത വ്യഗ്രത. ഇനി അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് വേറൊരു വാക്കാണ്. അത് നമുക്കെടുക്കാം. അത് പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്തോസ് 4-ാം അധ്യായം 2 കൊരിന്തോസ് 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ ബൈബിളുള്ളവർ തുറന്ന് ഉച്ചത്തിൽ വായിച്ച് മറ്റുള്ളവരെ കൂടി സഹായിക്കുക. 2 കൊരിന്തോസ് 4:3 ഉറക്കെ വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം കേട്ടില്ല, നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അതായത് സുവിശേഷത്തോട് ഒരാൾക്ക് ഒരു പ്രതിപത്തി, ആഭിമുഖ്യം, ആഗ്രഹം, അടുപ്പം വരുന്നില്ലെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറയുകയാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ, ഈ ലോകത്തിൻ്റെ ദേവൻ, എനിക്കൊന്ന് സത്യവേദ പുസ്തകത്തിൽ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നായിരിക്കും. ആണോ? ഈ ലോകത്തിൻ്റെ എങ്ങനെയാ അത് സത്യവേദ പുസ്തകത്തിൽ? ദൈവം എന്നാണോ? കേട്ടില്ല. ദൈവം. അപ്പോൾ ഈ ലോകത്തിൻ്റെ, എൻ്റെ ബൈബിളിൽ ഇങ്ങനെയാണ്, ഈ ലോകത്തിൻ്റെ ദേവൻ. POC ബൈബിളിൽ ഈ ലോകത്തിൻ്റെ ദേവൻ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ദൈവം, എന്തു ആവട്ടെ, ഈ ലോകത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ നിഗൂഢമായ പ്രകാശം അവർക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് സുവിശേഷം ഒരാൾക്ക് ലഹരി ആവുന്നില്ല, ഭ്രാന്താവുന്നില്ല, അടുപ്പം ഉണ്ടാവുന്നില്ല. നമ്മൾ ചില ചട്ടങ്ങൾ, ശീലങ്ങൾ, രീതികൾ ആവർത്തിക്കുന്നവർ മാത്രമായി മാറുന്നു. പള്ളി വരിക, പ്രാർത്ഥിക്കുക, പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുക, പെരുന്നാൾ കൂടുക, ചില ചിട്ടവട്ടങ്ങളിലൂടെ കടന്നു പോവുക, വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ എല്ലാ വർഷവും കടന്നു പോകുന്ന നിയതമായ ചില ജീവിതക്രമങ്ങളിലൂടെ കടന്നു പോകുന്നതിനെ ആത്മീയ ജീവിതമെന്ന് വിളിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ നമുക്ക് ഭ്രാന്തമായ ഒരു അഭിനിവേശം സുവിശേഷത്തോടോ ദൈവത്തോടോ കർത്താവിനോടോ ഉണ്ടാകുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ സകല സഭകളെയും കുറിച്ചുള്ള ആ വേദന, വേവ്, ഒരു പ്രസവ വേദന പോലെ അതെന്നെ നീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാത്തത്? ആര് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് എൻ്റെ ഹൃദയം വേദനിക്കാത്തത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഭാരം, ആത്മാക്കളെ സംബന്ധിക്കുന്ന ഭാരം, സഭയെ സംബന്ധിക്കുന്ന ഭാരം, സുവിശേഷത്തെ സംബന്ധിക്കുന്ന ഭാരം, ഈശോയോടുള്ള അദമ്യമായ ആഴമായ സ്നേഹം, ഭ്രാന്തമായ സ്നേഹം ഇതുണ്ടാവാതെ നമ്മൾ നിയതമായ ചില ചിട്ടവട്ടങ്ങൾക്കകത്തിങ്ങനെ ഒരു വലയം പോലെ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, അപ്പോസ്തലൻ പറയുകയാണ് ഇവിടെ, കാരണം വി ആർ ബ്ലൈൻഡഡ്, അന്ധമാക്കിയത് എന്താണ്? ഈ ലോകത്തിൻ്റെ, പറയാവോ, ഈ ലോകത്തിൻ്റെ ദേവൻ, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കി. അപ്പൊ ഇതാണ് കാരണം. ഇനി ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഈ ലോകത്തിൻ്റെ ദേവൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഈ ലോകമാണ് വലുത് എന്ന വിചാരം, ഈ ലോകത്തിനപ്പുറത്ത് ഒന്നുമില്ല എന്നുള്ള ചിന്ത. നമ്മൾ ജീവിതം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ ലോകത്തിന് വേണ്ടിയാണ് എന്ന ചിന്ത. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ നേടാമോ അത് മുഴുവൻ നേടണം എന്ന ചിന്ത. ഇതാണ് ഈ ലോകത്തിൻ്റെ ദേവൻ. ആ ദേവൻ നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ചിന്ത ഏതാണ്? ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.
ഈ ചിന്തയുടെ അടിയിൽ വേറൊരു ചിന്ത കിടപ്പുണ്ട്. ഇത് തന്നെ വരുന്നതല്ല. ഇതിൻ്റെ അടിയിൽ വേറൊരു ചിന്ത കിടപ്പുണ്ടെന്നറിയാമോ? ആ ചിന്തയാണ് മനുഷ്യർക്ക് മരണബോധം ഇല്ല. നന്നായിട്ട് ശ്രദ്ധിക്കണേ. മനുഷ്യർക്ക് മരണബോധം ഇല്ല എന്ന് പറഞ്ഞാൽ മരണഭയമുണ്ട്, മരണബോധമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് താൻ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും എന്ന കാര്യത്തെക്കുറിച്ച് കാര്യമായ ധാരണയില്ല. അതകത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര സമയം വരെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ സമയമാകുമ്പോൾ പോകണം. ഞാനൊരു കാര്യം പറഞ്ഞു നിർത്തത്തുള്ളൂ. അതായത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. നമ്മളൊരു ദിവസം മരിക്കും. നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ വിഷയം ഇതാണ്. ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ അവൻ മരിക്കുമെന്ന് ഉറപ്പിക്കണം. മനുഷ്യന് മരിക്കുമെന്ന ബോധമില്ലാത്തത് കൊണ്ടാണ് അവൻ ഈ ലോകമാണ് വലുതെന്ന് ചിന്തിക്കുന്നത്. ഇതിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മരണബോധമില്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വായിച്ച് സഹായിക്കണം. നമുക്ക് ബൈബിൾ നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സാവകാശം ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം എടുത്ത് വായിച്ച് സഹായിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് തന്നെ മടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത് തുറന്ന് കേട്ടുകൊള്ളുക. വചനം പറയുന്നു, നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് മടങ്ങും. മനുഷ്യൻ ഒരു ദിവസം മരിക്കും. മരണത്തെ മറികടക്കാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റില്ല. ഒരു ദിവസം മനുഷ്യൻ മരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു, ഇതെന്നാ വയറാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് നല്ല വയറുണ്ട്. ഇതെന്നാ വയറാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കും അല്പം നാണക്കേടുള്ള വിഷയമാണ് അത്, ഈ വയറ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ ചെയ്യാനാ, നമുക്ക് നമ്മുടെ ഒരു ജീവിത ശൈലി അനുസരിച്ച് എക്സസൈസ്, ജിമ്മിൽ പോവുക, ഓടാൻ പോവുക, അതൊന്നും നടക്കുന്ന ജീവിതമല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, രാവിലെ അസമയത്താണ് വന്ന് കിടക്കുന്നത്. അപ്പം രാവിലെയൊക്കെ മിക്കവാറും ഒക്കെ പതുക്കെ എഴുന്നേക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, 4 മണിക്ക് എഴുന്നേക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 4 മണിക്ക് എഴുന്നേറ്റിട്ട് എന്നാ ചെയ്യാനാ? പുള്ളി പറഞ്ഞു, എന്നെ നോക്കാൻ പറഞ്ഞു. അപ്പോഴേ ഞാൻ പുള്ളിയെ ശരിക്കും നോക്കിയത്. നല്ല കരിവീട്ടി പോലെ കടഞ്ഞെടുത്ത ശരീരം, 6 പാക്ക് എന്നൊക്കെ പറയത്തില്ലേ. ഞാൻ എണ്ണിയൊന്നുമില്ല, എന്നാലും അത് ഉണ്ടെന്ന് തോന്നുന്നു അത്രയും. അപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷമായി പുള്ളിയെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ ഒപ്പിച്ചത്? അപ്പോൾ പുള്ളി പറഞ്ഞു, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് നടന്നിട്ട് കുറച്ച് എക്സസൈസ് ചെയ്താൽ മതി, ഇതുപോലെ ആക്കിത്തരാമെന്ന് പറഞ്ഞു. എനിക്ക് ആവേശമായി. കാരണം എന്താണെന്നറിയോ, അതുപോലെ ആയാൽ ഇപ്പോഴത്തെ പോലൊന്നും അല്ലായിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു, അച്ഛൻ കിടന്ന് ഉറങ്ങുമെന്നുള്ളതുകൊണ്ടേ ഞാൻ വന്ന് വിളിക്കാം 4 മണിക്ക്. ഇപ്പം 4 മണിക്ക് ഡേ 1 വിളിച്ചു, നടക്കാൻ പോയി. ഡേ 2 പുള്ളി വിളിച്ചു, നടക്കാൻ പോയി. ഡേ 3, ഡേ 4, ഡേ 5 പുള്ളി വന്നില്ല. അന്വേഷിച്ച പറഞ്ഞു, പുള്ളി മരിച്ചുപോയി. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, നടന്നാലും മരിക്കും, നടന്നില്ലേലും മരിക്കും. എക്സസൈസ് ചെയ്താലും മരിക്കും, ചെയ്തില്ലേലും മരിക്കും. ഇൻഷുറൻസ് എടുത്താലും മരിക്കും, എടുത്തില്ലേലും മരിക്കും. കോട്ടയത്ത് ഫ്ലാറ്റുണ്ടെങ്കിലും, കൊട്ടാരക്കര ഫ്ലാറ്റുണ്ടെങ്കിലും, കോഴിക്കോട് ഫ്ലാറ്റുണ്ടെങ്കിലും, ലോസ് ആഞ്ചലസിൽ ഫ്ലാറ്റുണ്ടെങ്കിലും പറ മരിക്കും. അൽമേനിയാണേലും മരിക്കും, അച്ഛനാണേലും മരിക്കും, മെത്രാനാണേലും മരിക്കും, ക്രിസ്ത്യാനിയാണേലും മരിക്കും, മുസ്ലിമാണേലും മരിക്കും. ഈ ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യനും പറ മരിക്കും. ഇന്ന് വൈകുന്നേരം പോകുന്നതിന് മുമ്പ്, ഇന്ന് രാത്രി തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സത്യം ബോധ്യപ്പെട്ടിട്ടേ പോകത്തുള്ളൂ.
നിങ്ങളും മരിക്കും, ഞാനും മരിക്കും, ഈ സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവരും മരിക്കും. മരിക്കും. ഞാൻ നോക്കുന്നില്ല അങ്ങോട്ട്, മരിക്കും. അപ്പോ നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് മടങ്ങും. മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിലേക്ക് മടങ്ങുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കും. മനുഷ്യ, നീ മണ്ണാണ്, നീ മണ്ണിലേക്ക് മടങ്ങും. സഭാപ്രസംഗന്റെ പുസ്തകം, സഭാപ്രസംഗി 12-ാം അധ്യായം വായിച്ച് സഹായിക്കണം. സഭാപ്രസംഗകൻ 12-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം മരണത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്. ഞാൻ വായിക്കാം. സഭാപ്രസംഗകൻ 12 1 മുതലുള്ള വാക്യങ്ങൾ. സഭാപ്രസംഗൻ 12:1. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ നിന്റെ സ്രഷ്ടാവിനെ സ്മരിക്കുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ നിന്റെ സ്രഷ്ടാവിനെ ഓർക്കണം. അടുത്ത് ഇനി ഓരോ വാക്കും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യണം. സൂര്യനും ചന്ദ്രനും പ്രകാശവും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും, വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും. എന്ന് ശ്രദ്ധിച്ചേ, ഇതെല്ലാം ഉപമകളാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശവും ഇരുണ്ടുപോകും എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. അതായത് മൊത്തത്തിൽ ഈ വയസ്സാകുമ്പോൾ ഒരു അന്ധകാരമാവും, പഴയ പോലെ ഒരു പ്രകാശമില്ല, എല്ലാം ഇരുട്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കാൻ കല്ല് പോലും ദഹിക്കുന്ന കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നാ കഴിച്ചാലും ദഹിക്കത്തില്ല. ഇപ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാലമുണ്ട്. പക്ഷെ വയസ്സായി കഴിയുമ്പോൾ ആഗ്രഹിച്ച ഭക്ഷണം കൊണ്ട് വിളമ്പി കൊടുത്താലും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പൻ പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പം കഴിക്കുന്നില്ല. അമ്മ പറയും എൻ്റെ അടുത്ത്, ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, എന്നെ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയാണ്, ഒന്നും വേണ്ട, ഒന്നിനും ഒരു രുചിയില്ലെന്നൊന്നിന്. പണ്ടൊക്കെ കഷ്ടപ്പാടായിരുന്നു. അന്ന് ആഗ്രഹിക്കുന്ന ഭക്ഷണമൊന്നും ചിലപ്പോൾ കിട്ടത്തില്ലായിരുന്നു. ഇപ്പം ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ അതങ്ങനെ ഒരു കാലം വരും. അതായി പറയുന്നത്, സൂര്യനും ചന്ദ്രനും പ്രകാശവും നക്ഷത്രങ്ങളും എല്ലാം ഇരുണ്ടുപോകും, വൃഷ്ടി കഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും. മേഘങ്ങൾ വീണ്ടും വരും. അടുത്ത വാക്യം, വീട്ടുകാവൽക്കാർ വായിച്ചോ. വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും. വീട്ടുകാവൽക്കാർ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ. വീട്ടുകാവൽക്കാർ, ഇന്ദ്രിയങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങളും ക്ഷയിക്കും. മനസ്സിലായില്ലേ? എനിക്ക് കണ്ണാടി വേണ്ടായിരുന്നു. ഇപ്പോൾ പുസ്തകത്തിൽ നോക്കുമ്പോൾ അക്ഷരങ്ങൾ ഓടുക. അപ്പോൾ ഒരാളോട് ചോദിച്ചോ, പറഞ്ഞു 40 കഴിഞ്ഞോ എന്ന് ചോദിച്ചു. 40ഒക്കെ പണ്ടേ കഴിഞ്ഞാണ്. അത് 40 കഴിഞ്ഞാൽ അങ്ങനെയാന്ന് പറഞ്ഞു. മറ്റേ ഇപ്പോൾ ഒരു ഊഹം വെച്ച് വായിച്ചു പോന്നതാണ്. കണ്ണാടിയില്ല, പറ്റത്തില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും ക്ഷയിച്ചു തുടങ്ങി. മനസ്സിലായി? ഒന്നുകൂടെ പറയണം. പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞേ? ഒന്നുകൂടെ ചോദിക്കേണ്ടി വരികയാണ്. കണ്ണ് മങ്ങുന്നു, കേൾവി മങ്ങുന്നു, സ്പർശനത്തിൻ്റെ ഇന്ദ്രിയം ക്ഷയിച്ചു തുടങ്ങുന്നു, ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുന്നു, ശരീരത്തിൽ അല്ലേ മുട്ടുവേദന. ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് മുട്ടുവേദന. എനിക്ക് കിഡ്നി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ് തന്നെ കിഡ്നി സ്റ്റോൺ വന്നപ്പോഴാണ്. അപ്പോൾ മുട്ടുവേദന, ഇപ്പോൾ മുട്ടുവേദനയാണ്. മറ്റേ വല്യമ്മച്ചയൊക്കെ മുട്ടുവേദനയാന്ന് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വരികയാണ്. ഒരു കാലത്ത് ഇല്ലാതിരുന്നതെല്ലാം പതുക്കെ വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുന്നു. അടുത്ത വാക്യം, ശക്തന്മാർ കൂനിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നട്ടല് വളയും. മറ്റേതിങ്ങനെ നേരെ നിന്ന ആളാണ്. ആരുണ്ട്? ഇപ്പം എങ്ങനെ നിൽക്കുന്നേ? ഇപ്പം റാപോലായി. മറ്റേത് ആരെയും നേരെ നോക്കി വെല്ലുവിളിക്കാൻ പറ്റുന്ന ആളായിരുന്നു. ഇപ്പോൾ വളഞ്ഞു കൂനിപ്പോവുകയാണ്. നേരെ നിൽക്കാൻ നോക്കിയാലും നേരെ നിൽക്കാൻ പറ്റാത്തതുപോലെ കൂനിപ്പോവുകയാണ്. ശക്തന്മാർ കൂനിപ്പോവുകയും അരയ്ക്കുന്നവർ ആള് കുറവായതിനാൽ വിരമിക്കുകയും. അതാരാ? പല്ല് അരയ്ക്കുന്ന ചേട്ടന്മാർ പല്ലാണ്. അരയ്ക്കുന്നവർ ആള് കുറവായതിനാൽ റിട്ടയർ ചെയ്യും, പല്ല് പൊഴിയും. മനസ്സിലായോ? എല്ലാത്തിൻ്റെയും വാതറന്ന് നോക്കിയാൽ അറിയാം എത്ര എണ്ണം പൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് കുറവായതിനാൽ പല്ല് പൊഴിയുന്നു. അടുത്തത്, കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരാവുകയും ചെയ്യും. എഗെയിൻ സെൻസസ്. തെരുവിലെ വാതിലുകൾ അടയ്ക്കപ്പെടും. ഇന്ദ്രിയങ്ങൾ
മാവ് പൊടിക്കുന്ന ശബ്ദം മന്ദീഭവിക്കും. ദഹനം. മാവ് അകത്തായി ആരെങ്കിലും പൊടിക്കലോ ഒക്കെ. മാവ് പൊടിക്കുന്ന ശബ്ദം, ദഹനം കുറയും. അടുത്തത്, പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം മതി, അപ്പം തന്നെ എഴുന്നേക്കും. നിങ്ങളുടെ വീട്ടിൽ വല്യപ്പനോ വല്യമ്മയോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവും. അതായത് രാത്രി 11 മണിക്ക് 12:30 1:30 ആരാ ചാക്കോ വന്നേ, ശാന്തമ്മേ ആരാടി, ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കാം. ആരും വന്നില്ല, തള്ളേ വേണ്ട കിടക്ക്. മനസ്സിലാവുന്നു. ചെറിയ ശബ്ദം കേട്ടാൽ മതി, എഴുന്നേക്കും. അപ്പോൾ പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണരും. ഗായികമാരുടെ ശബ്ദം താഴും. പണ്ടൊക്കെ നല്ല പിച്ചും നല്ല സ്വരവും ഒക്കെ എടുക്കാൻ പറ്റുന്ന ആളുകൾ പതുക്കെ സ്വരം താഴും. അടുത്ത വാക്യം, ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും. ചെറിയ കാര്യം മതി, പേടിയാ. ഞാൻ ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രായമായിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് പേടിയാ. അതായത് എൻ്റെ അപ്പൻ്റെ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അമ്മയെ പള്ളി വിടത്തില്ല. അപ്പന് പള്ളി പോകാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അമ്മ പള്ളിയിൽ പോകുന്ന ആളാണ്, അമ്മയെ പള്ളി വിടത്തില്ല. എന്നാ പറയുക, പേടിയാ പുള്ളിക്ക്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ. മറ്റേത് ആ പഞ്ചായത്ത് മുഴുവൻ ഇടിക്കാൻ നടന്ന ആളാണ്. മനസ്സിലായില്ലേ? അതായത് ഓടിച്ചെന്ന് വഴക്കുണ്ടാക്കാൻ പോകുന്നത് പോലെ ആരെയും നേരിടാൻ ധൈര്യം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം എന്നാ പറ്റുന്നത്? ഇപ്പം പേടിയാണ്. അപ്പോൾ വഴി കാണുന്നതെല്ലാം അവർക്ക് ഭീതിജനകമാകും. ഇത് പറയുമ്പോൾ നിങ്ങൾ വല്ലവരുടെയും കാര്യമാണെന്ന് പറഞ്ഞിരിക്കരുത്. ഇത് നിനക്കും സംഭവിക്കും, എനിക്കും സംഭവിക്കും. നമ്മുടെ പ്രായം കൂടി വരികയാണ്. ഒരു ദിവസം നമ്മൾ മരിക്കും. ആ മരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ വചനം പറയുകയാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതുമെല്ലാം അവർക്ക് ഭീതിജനകമാകും. ബദാം വൃക്ഷം തളിർക്കും എന്ന് പറഞ്ഞാൽ തല നരയ്ക്കുമെന്ന്. ഗോദ്രേജ് മറ്റേ ഡൈയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എഴുതിയ പുസ്തകമാണിത്. അതുകൊണ്ടാണ് നരയ്ക്കുമെന്ന് പറയുന്നത്. ഇപ്പം നരയ്ക്കത്തില്ല. അടുത്തത്, പച്ചക്കുതിര ഇഴയും. പച്ചക്കുതിര കണ്ടിട്ടുണ്ടോ? പച്ചക്കളറുള്ള കുതിര നല്ലത്. ഒരു സാധനം ഇങ്ങനെ ചാടി വരുമ്പോൾ കാശ് വരുന്നു എന്നൊക്കെ അന്ധവിശ്വാസം പറയത്തില്ലേ? അത് പറ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ചാടി പോകുന്ന സാധനം അതുപോലായിരുന്നു നമ്മൾ. ചാടി നടക്കുകയാണ്, വെപ്പറാണ് പറഞ്ഞ് ചാടി. ഇപ്പം എന്നാ? ഇപ്പം ഇഴയുക. ഇപ്പം സ്ലോ മോഷൻ മൂവിയാണ്. പച്ചക്കുതിര ഇഴയും. അടുത്ത വാക്യം, ആശ അറ്റുപോകും. മനുഷ്യൻ തൻ്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും. സമയമാം. നോക്കിക്കേ, നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ, ഒരു ശവപ്പെട്ടി, അതിനകത്ത് ആളുകൾ പാടുകയാണ് സമയമാ. എന്തൊരു സൂപ്പർ രംഗമായിരിക്കും അത്. എന്നെ കൊണ്ട് ആളുകളിങ്ങനെ പോകുന്നത്. വിലപിക്കുന്നവർ തെരുവീഥികളിലൂടെ നീങ്ങുകയും ചെയ്യും. വെള്ളിച്ചരട്, എല്ലാം മരണത്തിൻ്റെ ഉപമകൾ. വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രങ്ങൾ തകരും, അരുവിയിൽ വെച്ച് കുടമുടയും, നീർത്തൊട്ടിയുടെ ചക്രം തകരും, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. മനുഷ്യ, നീ മടങ്ങിപ്പോകും. ഈ ഭൂമി മനുഷ്യൻ്റെ നിത്യഭവനമല്ല. എനിക്കും നിങ്ങൾക്കും മരണമുണ്ട്. ഈ ഭൂമി വിട്ട് മടങ്ങേണ്ടവരാണ്. ഈ ഭൂമിയിൽ ഒരു നിത്യമായ ജീവിതം ഇല്ല. ഈ ഭൂമി നമ്മുടെ നിലനിൽക്കുന്ന നഗരമല്ല. ഈ ഭൂമിക്ക് വേണ്ടി വിതച്ചാൽ അതിന് ആയുസില്ല. ഈ ഭൂമിക്ക് വേണ്ടി അധ്വാനിച്ചാൽ അത് നിലനിൽക്കത്തില്ല. ഈ ഭൂമിക്കപ്പുറം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാൻ ദൈവം തന്ന ചുരുങ്ങിയ കാലത്തിൻ്റെ പേരാണ് ഈ ലോക ജീവിതം. അത് മനുഷ്യൻ്റെ, ഇന്നെന്താ സംഭവിച്ചെന്നറിയാമോ? ഇത് മനുഷ്യൻ്റെ അകത്തുനിന്ന് പോയി. മനുഷ്യനൊരു ധാരണയുണ്ട്, ഞാൻ മരിക്കത്തില്ലെന്ന്. തലയിലല്ല, അറിവുണ്ട് മരിക്കുമെന്ന്, പക്ഷേ ബോധ്യമില്ല, മരണബോധമില്ല. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം. ഞാൻ വായിക്കുന്ന ചില പുസ്തകങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ ഇല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന കേൾക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ജ്ഞാനം 15, 8, 9 ഞാൻ വായിക്കാൻ കേട്ടോ. അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ചോദിക്കുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വിഫലമായി അതേ മണ്ണിൽ നിന്ന് വ്യാജ ദൈവത്തെ മെനയുന്നത്. തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമാണെന്നോ അവൻ ചിന്തിക്കുന്നില്ല.
ഞാൻ വായിക്കുന്നത് സാവകാശം നിങ്ങളുടെ ഹൃദയം കൊണ്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. അല്പകാലം മുമ്പ് മണ്ണിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ദൈവം തന്ന ആത്മാവിനെ ദാതാവ് ചോദിക്കുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് അതേ മണ്ണിൽ നിന്ന് വിഫലമായി വ്യാജ ദൈവങ്ങളെ മെനയുന്നത്. തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമാണെന്നോ അവൻ ചിന്തിക്കുന്നില്ല. ഒന്ന് പറയാവോ ഹല്ലേലൂയാ? ഒന്ന് പറയാവോ ഹല്ലേലൂയാ? ഹല്ലേലൂയാ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നമ്മൾ വചനത്തിലൂടെ തന്നെ കടന്നു പോകുന്നത് ദൈവവചനം ആവർത്തിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കണം, കർത്താവേ, ഈ ഭൂമിയിൽ ഞാൻ എന്നും നിലനിൽക്കുന്ന ഒരാളല്ല. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാമോ? സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മർത്യൻ അല്പായുസാണ്, അവൻ്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതാണ്. അവൻ പുഷ്പം പോലെ വിടരുന്നു, കൊഴിഞ്ഞു പോകുന്നു, അവൻ നിഴല് പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. അവൻ നിഴല് പോലെ കടന്നു പോകുന്നു, നിലനിൽക്കുന്നില്ല. ഇന്ന് കാണുന്നവരെ നാളെ കാണാൻ പറ്റുന്നില്ല. ഇന്ന് കണ്ടവർ നാളെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളെ വിളിച്ചു. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൊണ്ടുതരുന്ന ഒരാളായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോഴാണ് വേറൊരാൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരനാണ് ഞാൻ ഈ വിളിച്ച ആൾ. അപ്പോൾ വേറൊരാൾ ഫോൺ എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അയാൾ മരിച്ചു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇന്നലെ കണ്ടവരെ ഇന്ന് കാണാനില്ല, ഇന്ന് കാണുന്നവരെ നാളെ കാണുമെന്ന് നിശ്ചയമില്ല. അപ്പോൾ അത്രയ്ക്ക് മനുഷ്യൻ്റെ ജീവിതം അല്പായുസാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 89-ാം സങ്കീർത്തനം വാക്യം 47-ഉം 48-ഉം. സങ്കീർത്തനം 89 വാക്യം 47-ഉം 48-ഉം. മരണം കർത്താവെ എത്ര ഹ്രസ്വമാണ് ആയുസ്സെന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യജീവിതമെന്നും ഓർക്കണമേ. മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ? ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും? ഞാൻ ഈ 1995 സെമിനാരി ചേർന്നത്. ഞാൻ 2005 വൈദികനാവുമ്പോൾ 2005 അച്ഛനാവുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള വർഷം ഡീക്കനായിരിക്കുന്ന സമയത്ത് ഒരു സഭയുടെ ഒരു പൊതുവായ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ഞാൻ 2 ചെറിയ കുട്ടികളെ കണ്ടു. 10 വയസ്സ് പ്രായം, 2 സമപ്രായക്കാരായ 2 കുട്ടികൾ, 10 വയസ്സ് പ്രായം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ, അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ തന്നെ ഇവിടെ ഇരിക്കുന്നേ, നിങ്ങൾ പള്ളി കയറിയില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വെള്ളം കുടിക്കാൻ ഇറങ്ങിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വെള്ളം കിട്ടിയോ? വെള്ളം കിട്ടിയില്ല, എന്നാൽ ഞാൻ വെള്ളം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അടുത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം എടുത്തു കൊടുത്തു. അവർ തിരിച്ചു പോകുമ്പോൾ 10 വയസ്സേ ഉള്ളൂ, ചെറിയ പെൺകുട്ടികളാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അച്ഛനാണോ ബ്രദറാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറാണ്, ഉടനെ അച്ഛനാവും, കുറച്ച് മാസം കൂടെ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ബ്രദർ എവിടെ താമസിക്കുന്നത്? അപ്പോൾ ഞാൻ പഠിക്കുന്ന സെമിനാരി പറഞ്ഞു. അപ്പോൾ ആ കുട്ടികൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അതിന് അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്, ഞങ്ങൾ ബ്രദറിനെ കാണാൻ നാളെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വന്നോളാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇവർ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഞാൻ പഠിക്കുന്ന സെമിനാരിയിൽ ഇവർ വരും, 2 പേരൂടെ വരും. അപ്പോൾ അങ്ങനെ ഭയങ്കര കൂട്ടായി. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലെ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രദറെ, എനിക്ക് 2 ആഗ്രഹമുണ്ട്, സാധിച്ചു തരാമോ? സാധിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കുട്ടി പറഞ്ഞു, അച്ഛനാവുമ്പോൾ ഈ പട്ടം കിട്ടുന്ന സമയത്ത് ആദ്യം ആരെയാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെ വല്ലതും ഉണ്ടോ? ആദ്യം ആരെയിലുമൊക്കെ വിളിക്കും. എന്നെ വിളിക്കാമെന്ന് ചോദിച്ചു. ആദ്യം എനിക്കൊരു ചിലവില്ലാത്ത കാര്യമാണ്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് ഈ കുട്ടി പറഞ്ഞു, അന്ന് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് ഒരു കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അവിടെ ഒയാസിസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ഈ കുട്ടി എന്നോട് പറയുകയാണ്, ഒയാസിസിൽ കൊണ്ടുപോയി എനിക്ക് ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചു തരാമോ? അതെനിക്ക് മുടക്കുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിക്കൻ നൂഡിൽസിനൊക്കെ പൊന്നുമോളെ നല്ല വിലയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റ ആഗ്രഹം, ഒറ്റ കാര്യമല്ലേ ചോദിച്ചുള്ളൂ, പൈസ മുടക്കുള്ളത്.
വാങ്ങിച്ചു തരുമോ? ഇപ്പോൾ വാങ്ങിച്ചു തരണ്ട. ഓഗസ്റ്റ് മാസം 29 എൻ്റെ ജന്മദിനമാണ്, അന്ന് വാങ്ങിച്ചു തന്നാൽ മതി. അപ്പോൾ അതിന് സമയമുണ്ട്. ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് മാസം 28 വൈകിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ നാളത്തെ കാര്യം ഓർമ്മയുണ്ടോ? ഞാൻ ഉണ്ട്. എന്താ? ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചു തരുമല്ലോ അല്ലേ? വാങ്ങിച്ചു തരും. എന്നാൽ നാളെ വാങ്ങിച്ചു തരണ്ട, സെപ്റ്റംബർ 29 എൻ്റെ ആങ്ങളയുടെ ബർത്ത്ഡേ ആണ്, അന്നാവുമ്പം അവനോട് വാങ്ങിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ 2 ആയി. ഞാൻ പറഞ്ഞു, കൊച്ചേ നീ 1 എന്നല്ലേ പറഞ്ഞേ, ഇപ്പം നീ 2 മോശമാണ്, നീ 2. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി കൂട്ടത്തില്ല, 2. എൻ്റെ ബ്രദറല്ലേ, ബ്രദറായ അവനോട് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ സെപ്റ്റംബർ 29. അപ്പോൾ സെപ്റ്റംബർ 29 ചിക്കൻ നൂഡിൽസ് 2 വാങ്ങിക്കണം. ഡിസംബർ 29 എൻ്റെ പട്ടം. അതിനു മുമ്പ് ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോൾ കാർഡൊക്കെ അടിച്ചിട്ട് ഈ കുട്ടിയെ വിളിക്കണം. സെപ്റ്റംബർ 28 വൈകിട്ട്, സെപ്റ്റംബർ 29 ഒരു ഹർത്താലാണ്. സെപ്റ്റംബർ 28 വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഈ കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മ നാളെ ഹർത്താലാണ്, അതുകൊണ്ട് നാളെ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല, നമുക്കതുകൊണ്ട് ഇന്ന് വൈകിട്ട് പാളയം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ കുട്ടിയുടെ ആവശ്യം അംഗീകരിച്ച അമ്മ ഈ കുട്ടിയെയും കൂട്ടി ഒരു സ്കൂട്ടറിൽ പാളയത്തേക്ക് പോയി, പള്ളിയിൽ ചെന്നു, ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് തിരിച്ച് പോരുമ്പോൾ ഏതാണ്ട് ഒരു 7:49 ആ കുട്ടിയുടെ വാച്ചിൽ നിന്നാണ് ഞാൻ ഈ സമയം പറയുന്നത്. 7:49 PMG എന്ന് പറയുന്നൊരു ട്രാഫിക് സിഗ്നലുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ സിഗ്നൽ ലൈറ്റ് പച്ചയാവാൻ കാത്തു കിടന്ന ഈ സ്കൂട്ടറിലേക്ക് പിന്നിൽ നിന്ന് വന്ന ഒരു ലോറി വന്ന് ഇടിച്ച് ഈ കുഞ്ഞ് 7:49 വാച്ച് നിലച്ച സമയം ഈ കുഞ്ഞ് മരിച്ചു. ഒയാസിസി കൊണ്ടുപോകാനും പറ്റിയില്ല, പട്ടത്തിന് വിളിക്കാനും പറ്റിയില്ല. 10 വയസ്സുള്ള ഈ കുട്ടി മരിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ആഴത്തിൽ മുറിവേൽപ്പിച്ച മരണങ്ങളുടെ ഒരു പരമ്പരയിലെ ആദ്യത്തെ മരണമാണത്. പിന്നെ ഞാനൊരു 2-3 കൊല്ലം കഴിഞ്ഞ്, അച്ഛനായിട്ട് ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ട്രൈബൽസ് താമസിക്കുന്ന ഒരു കോളനിയിൽ അവരുടേതുപോലൊരു ഷെഡൊക്കെ കെട്ടി അവരുടെ കൂടെ താമസിച്ച ഒരു കാലമുണ്ട്. അപ്പോൾ അന്ന് അവിടെ ഇങ്ങനെ അടുത്ത് മരണങ്ങൾ സംഭവിക്കുമായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മരിച്ചാണ് പുറത്തു വരുന്നത്, അല്ലെ പുറത്തെടുക്കുമ്പോൾ അവർ മരിക്കും. ഞാൻ ഈ അതിശയോക്തിയില്ല, എൻ്റെ കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ള ശവപ്പെട്ടി, അതിനകത്ത് ഈ കൈയുടെ അത്രയും കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ള ഒരു കുഞ്ഞ്, ഒരു മാംസപിണ്ഡം, അതിനെ ഇങ്ങനെ കിടത്തിയിട്ട് മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ കൈ വിറയ്ക്കും, കരയും. അങ്ങനെ അടക്കിയിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ ഈ ചോരക്കുഞ്ഞുങ്ങൾ മുതൽ അപ്പൻഡിസൈറ്റിസ് പൊട്ടി ഉഷ എന്ന് പറഞ്ഞൊരു ചേച്ചി മരിച്ചു. മക്കൾക്ക് അമ്മയെ അടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വീടിൻ്റെ അടുക്കള വെട്ടിപ്പൊളിച്ചിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങളെ അടക്കിയിട്ട് അതിൻ്റെ മേളിൽ 3 കല്ല് വെച്ച് അടുപ്പാക്കി കഞ്ഞി വെച്ച് കുടിച്ച കുഞ്ഞുങ്ങളൊക്കെ ആ കോളനിയിലുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ ഓരോ മരണങ്ങളായിട്ട് മുന്നിലെത്തുമ്പോൾ എൻ്റെ ജീവിതത്തിലെ നിലപാടുകൾ രൂപീകരിക്കാൻ എന്നെ അത് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ അനുഭവങ്ങളിലൂടെ ഒന്ന് കടന്നുപോയെന്നേ ഉള്ളൂ. അതായത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഏത് നിമിഷവും ഞാനും മരിക്കാം. ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ദൈവവചനത്തോട് അദമ്യമായ ഒരു ആകർഷണം വന്നതും എനിക്ക് കർത്താവിന് വേണ്ടി എൻ്റെ സമയം മുഴുവൻ ചെലവഴിക്കണമെന്ന് ആഗ്രഹമെല്ലാം രൂപപ്പെട്ടതിൻ്റെയും അടിയിൽ എന്താണ് എന്നെ സഹായിച്ചത് എന്ന ചിന്തകളെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ കുത്തിമുറിവേൽപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചുപോയ ഈ കുഞ്ഞുങ്ങൾ മുതൽ തുടങ്ങിയ ആ മരണം മുന്നിൽ കണ്ട ഓർമ്മകളുടെ ചരിത്രം പറയേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിന്നോട് പറയാനുള്ളത്, കൺമുമ്പിലൂടെ ഓരോ ശവപ്പെട്ടിയിലും കടന്നുപോയ ഓരോ മനുഷ്യാത്മാവും
എന്നോടും നിന്നോടും പറഞ്ഞത്, ഇന്ന് ഞാൻ, നാളെ നീ. ഇന്ന് ഞാൻ മരിച്ചെങ്കിൽ നാളെ നീ മരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മരണമുണ്ടെന്നും ദാതാവ് തന്ന ഈ ആത്മാവിനെ ദൈവത്തിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന സമയത്ത്, അത് ഇന്ന് ഈ മിനിറ്റിലാണെങ്കിലും നാളെ ആണെങ്കിലും 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും, ദൈവം പറയുന്ന സമയത്ത് ഈ ആത്മാവിനെ തിരിച്ചേൽപ്പിച്ച് തിരികെ മടങ്ങേണ്ടവനാണ് എന്ന ബോധ്യം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഴപ്പെടുന്നിടത്താണ് നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഇനി ഞാൻ ഒരു 15 മിനിറ്റോട് എടുത്തിട്ട് ഞാൻ നിർത്താം. 15 മിനിറ്റ് എന്നെ ശ്രദ്ധിക്കാൻ നിങ്ങൾ. മരണം കൊണ്ട് തീരില്ല. അവിടെയാണ് നമ്മൾ അല്പം കൂടി വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കും. മരണം കൊണ്ടൊന്നും തീരില്ല. ദൈവവചനം പറയുന്നൊരു വാചകമുണ്ട്, മനുഷ്യന് മരണമുണ്ട്, അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു വിധിയുണ്ട്. അപ്പോൾ തന്നെ ഒരു വിധി. പിന്നല്ല ഈശോയുടെ 2ാം വരവിലല്ല, അപ്പോ ഒരു വിധിയുണ്ട്. ഹെബ്രായ ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. വചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ ഞാൻ ഈ പുത്തൻകുരിശിലെ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഡയസിൽ ഞാൻ കുഴഞ്ഞു വീണ് മരിച്ചാൽ, ഈ നിമിഷം ഞാൻ മരിച്ച് എൻ്റെ പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ആ നിമിഷം ഞാൻ വിധിക്കപ്പെടും. അപ്പോൾ ഒരു വിധിയുണ്ട്. ആ മോമെന്റിൽ ഒരു വിധിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിധി ഒന്നുകിൽ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് ദൈവം എന്നെ വിധിക്കുന്ന സമയത്ത് അത് മറികടക്കാൻ മരണത്തിന് ശേഷം മനുഷ്യൻ്റെ മുമ്പിൽ ഒരവസരമില്ല. മരിച്ചു കഴിഞ്ഞ് മനുഷ്യന് ഇതിൽ നിന്ന് ഈ മരണശേഷമുള്ള വിധി ഏതാണോ അതിനെ മാറ്റാൻ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. സഭാപ്രസംഗത്തിന്റെ പുസ്തകം 12-ാം അധ്യായം, നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്തിൻ്റെ അവസാന ഭാഗം. സഭാപ്രസംഗകൻ 12-ാം അധ്യായത്തിൽ വാക്യം 13ഉം 14. ബൈബിളുള്ളവരൊന്ന് ഉറക്കെ വായിച്ച് സഹായിക്കുക. സഭാപ്രസംഗകൻ 12-ന്റെ വാക്യം 13ഉം 14. പരിസമാപ്തി ഇതാണ്, എല്ലാറ്റിൻ്റെയും അവസാനം ഇതാണ്. എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ. ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അതായത് മരിച്ചു കഴിഞ്ഞാൽ, അത് ഞാനാണെങ്കിലും നീയാണെങ്കിലും, നമുക്കറിയാവുന്ന ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ആളാണെങ്കിലും ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും, മരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അയാൾ വിധിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. മനുഷ്യൻ്റെ കായിക ശക്തിക്ക്, അംഗബലത്തിന്, ആയുധശക്തിക്ക്, ബാങ്ക് ബാലൻസിന്, കെട്ടിപ്പൊക്കിയ സൗധങ്ങൾക്ക്, സ്വരുക്കൂട്ടിയ സമ്പത്തിന്, നേടിയ വിദ്യാഭ്യാസത്തിന്, ആർജിച്ചെടുത്ത സ്ഥാനമാനങ്ങൾക്ക്, ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങൾക്ക്, സൽപ്പേരിന്, യശസ്സിന്, പദവിക്ക്, പ്രശസ്തിക്ക്, പേരിന്, സ്ഥാനമാനങ്ങൾക്ക് ഈ വിധിയെ മാറ്റിമറിക്കാനുള്ള ശേഷിയില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ വിധിക്കപ്പെടുന്നതിനെ മാറ്റാൻ ഈ ഭൂമിയിൽ അവൻ നേടിയ യാതൊരു ഭൗതിക ആനുകൂല്യങ്ങൾക്കും ശേഷിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, നീ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നിന് സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന മോശപ്പെട്ട ദിനങ്ങളും വർഷങ്ങളും വരുന്നതിന് മുമ്പ് നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവത്തെ അറിയണം. നമുക്ക് ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോയ ഈ അതിഭൗതികതയുടെ മലവെള്ളപ്പാച്ചിലിൽ നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്ന് വിശ്വാസത്തിൻ്റെ മണ്ണ് ഒഴുകിപ്പോയ ആ കുലം കുത്തി ഒഴുകിപ്പോയ ആ നഷ്ടത്തിന്
കാരണമായി അടികിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് ഈ ഭൂമി അവനെ സംരക്ഷിക്കും എന്ന്. ഈ ഭൂമിയിൽ നമ്മൾ നേടുന്ന നേട്ടങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മളങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഈ ഭൂമിയിലെ നേട്ടങ്ങൾ. അതുകൊണ്ട് എന്താണ്, അരസൻ്റെ സ്ഥലത്തിന് വേണ്ടി തമ്മിൽ തല്ലാൻ മനുഷ്യന് മടിയില്ല. വസ്തുവീതം വെച്ചതിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ ആജന്മ വൈരികളായി മാറുന്നതിന് മനുഷ്യനൊന്നും മടിയില്ല. ഒരല്പം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏത് പ്രിയപ്പെട്ടവരെയും അവരുടെ ഇടനെഞ്ചിലേക്ക് നിഗൂഢമായി കത്തിയാഴ്ത്തി കൊലപ്പെടുത്താൻ, വഞ്ചിക്കാൻ, ചതിക്കാൻ മനുഷ്യന് മടിയില്ല. കാരണം എന്താ അറിയാം, അല്പം നേട്ടത്തിന് വേണ്ടി, 50 രൂപ ലാഭത്തിന് വേണ്ടി, ഒരല്പം ഭൗതിക സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി മനുഷ്യൻ ഏത് അധമ പ്രവൃത്തിയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്റെ ജീവിതം തരംതാണ് അധപ്പതിച്ച് പോയതിൻ്റെ പിന്നിൽ ഈ ഭൂമിയാണ് വലുത് എന്ന ചിന്തയുടെ അന്തർധാരയുണ്ട്. ഈ ലോകമാണ് വലുത്. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, ഈ ലോകത്തിന് വേണ്ടി എന്തും ചെയ്യണം, ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ ദൈവത്തെ തേടുന്നത് പോലും, കേൾക്കുന്നുണ്ടോ, ദൈവത്തെ തേടുന്നത് പോലും ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ്. കാനഡ പാൻ, വീസ ശരിയാവാൻ, കല്യാണം നടക്കാൻ, അടുത്ത തോട്ടം കൂടെ വാങ്ങാൻ, ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക്, ഭൗതിക നേട്ടത്തിന്. ഇവിടെ ഒരു പെട്ടി വെക്ക്, എന്നിട്ട് പറ എല്ലാവരും പ്രാർത്ഥന നിയോഗം എഴുതിയിടാൻ. ഞാൻ വെല്ലുവിളിക്കാം നിങ്ങളെ. 100 പ്രാർത്ഥനാ റിക്വസ്റ്റ് ഈ പെട്ടിക്കകത്തുണ്ടെങ്കിൽ 99 ഈ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കും. ഈ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. കൺവെൻഷൻ പന്തലുകളിൽ ആളുകൾ കൂടും, പ്രാർത്ഥിക്കാൻ കരങ്ങൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന കാണും. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആളുകൾ കൂടും, അനുഗ്രഹം കിട്ടുന്ന ഇടങ്ങളിലേക്ക് തേനീച്ച കൂട്ടം പോലെ ആളുകൾ ഓടിക്കൂടും. വിശ്വാസം വളർന്നതായിട്ട് തെറ്റിദ്ധരിക്കരുത്. ആർത്തി കൂടി എന്നേ അർത്ഥമുള്ളൂ. ആർത്തി കൂടി ഭൂമിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 വഴിയായി മാറി ആത്മീയത പോലും. കർത്താവിൻ്റെ ആത്മാവ് പറയാണ്, നമുക്ക് മരണമുണ്ട്, നമ്മൾ മരിക്കും. എത്ര നാൾ ഈ ഭൂമിയിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരല്പം മണ്ണിന് വേണ്ടി ആയുധമെടുത്ത് പോരാടി കേരളത്തിലെ ജയിലിൽ കിടക്കുന്ന ആളുകളിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കൂടുതലാണ്. സഹോദരന്മാർ തമ്മിൽ ശത്രുത, അരിച്ചടിയിലേക്ക് കാരണങ്ങൾ തപ്പ്. എന്തിനായിരുന്നു? ഈ ഭൂമിയിലെ സന്തോഷങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കർത്താവ് പറയാണ്, ഇത് കഴിഞ്ഞിട്ട് പരിസമാപ്തി ഇതാണ്. മനുഷ്യൻ്റെ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. 2 കൊരിന്തോസ് 5:10. 2 കൊരിന്തോസ് 5:10 കർത്താവിൻ്റെ വചനം പറയുന്നു, എല്ലാ മനുഷ്യരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. 2 കൊരിന്തോസ് 5:10 എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരേണ്ടവരാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരിക്കൽ നിൽക്കേണ്ട ആളാണ്. നല്ലവരെയും ദുഷ്ടരെയും ദൈവം വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു വിധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. അതായത് എന്താണ് നമുക്ക് ഉന്നതത്തിലേക്ക് നോക്കാൻ പറ്റാത്തത്? ഞാനതിൻ്റെ കാരണങ്ങൾ വചനത്തിലൂടെ പരിശോധിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം, ഈ ലോകത്തിൻ്റെ ദേവൻ നമ്മുടെ കണ്ണുകളെ അന്ധമാക്കി. ഈ ലോകത്തിൻ്റെ പ്രഭു നമ്മളോട് പറയുകയാണ്, ഈ ലോകമാണ് വലുത്. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഈ ലോകത്തിന് വേണ്ടി എനർജി പാഴാക്കുക, ഈ ലോകത്തിന് വേണ്ടി നിന്നി രാവും പകലും അധ്വാനിക്കുക. കുഞ്ഞുങ്ങളെ കാണാൻ സമയമില്ലെങ്കിലും വേണ്ടില്ല, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ലപ്പോഴും കണ്ടാലും മതി, ഈ ഭൂമിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നമുക്ക് മരണമുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ സുവിശേഷ വിരോധികളായ കുടുംബാംഗങ്ങൾ വീട്ടിൽ കാണും. വീട്ടിൽ ചെല്ലുമ്പോഴേ സുവിശേഷ വിരോധികളായ വീട്ടുകാർ വീട്ടിൽ കാണും. നിങ്ങൾ ഈ കൺവെൻഷൻ വന്ന് ഇഷ്ടപ്പെടാതെ അവർ മുറുമുറുത്തോണ്ടിരിപ്പുണ്ട് വീട്ടിൽ. അപ്പോൾ അവർ ചോദിക്കും, ഡാനിയേലച്ചൻ എന്നാ ഉരുട്ടി തന്നെന്ന് ചോദിക്കും.
അപ്പോൾ പറയണം, നിനക്ക് മരണമുണ്ടടാ എന്ന് പറയണം. നിനക്ക് മരണമുണ്ട്, നീയും മരിക്കും, ഞാനും മരിക്കും. അതുകൊണ്ട് ഈ ഭൂമിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഉന്നതത്തിന് വേണ്ടി നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ഈ മരണചിന്തകളോടെ ഞാൻ തിരിച്ചു പോവാണ്. ഞാൻ ട്രെയിനാണ് പോകുന്നത്. മരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.